ഫുട്ടി ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോവ ബ്ലാസ്റ്റേഴ്സിന് വെല്ലുവിളി ഉയർത്തുമോ? നിലവിലെ ബ്ലാസ്റ്റേഴ്സിന്റെ കളി വെച്ച് നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സിന് കനത്ത വെല്ലുവിളി തന്നെയാണ് ഗോവ. കേരള ബ്ലാസ്റ്റേഴ്സിനുള്ള അഡ്വാൻറ്റേജ് അവരുടെ ഹോം ഗ്രൗണ്ടായ കൊച്ചിയിലാണ് കളി നടക്കുന്നത് എന്നുള്ളതാണ്. മഞ്ഞക്കടലിൽ ഗോവയ്ക്ക് കാലിടറുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സ് ഗോവയ്ക്കെതിരെ ഇറങ്ങുമ്പോൾ ഗാലറിയിൽ ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുവാൻ ക്യാപ്റ്റൻ ലൂണയുണ്ടാകും. ഇത് കാണികൾക്കും കളിക്കാർക്കും ഊർജമാകട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവയ്ക്കെതിരെ ഏത് ഫോർമേഷനിലായിരിക്കും ഇറങ്ങുക? ഇവാൻ ആശാന്റെ സ്ഥിരം ശൈലിയായ 4-4-2 എന്ന ഫോർമേഷനിലായിരിക്കുമോ ഇറങ്ങുക? ഈ ഫോർമേഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും എന്തു മാറ്റമാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യില്ലേ. ഗോവയ്ക്കെതിരെയുള്ള മത്സരം 25-ന് കൊച്ചിയിലാണ് നടക്കുക. ഈ മത്സരത്തിന് ഇറങ്ങുവാൻ സാധ്യതയുള്ള സ്റ്റാർട്ടിംഗ് 11 ഒന്ന് നോക്കിയാലോ? ഇവാന്റെ സ്ഥിരം ഫോർമേഷൻ ആയ 4-4-2 തന്നെയായിരിക്കും ഇറങ്ങുക. സച്ചിൻ്റെ അഭാവത്തിൽ ഗോൾ വല കാക്കുന്നത് കരൺജിത്ത് സിംഗ് ആയിരിക്കും. ഡിഫൻസിൽ നിലവിൽ നവോച്ചയും മിലോസും സന്ദീപും ലെസ്കോയ്ക്ക് പകരം ഫോർമിയായിരിക്കും. മിഡ്ഫീൽഡിൽ ഡാനിഷും ജിക്സൺ, ഐമൻ, സക്കായി എന്നിവരായിരിക്കും. സ്ട്രൈക്കറായി ഡിമി ആൻഡ് ഫെഡോർ ആയിരിക്കും. ഒട്ടുമിക്കതും ഇതായിരിക്കും സ്റ്റാർട്ടിംഗ് 11. അടുത്തതായി കേരള ബ്ലാസ്റ്റേഴ്സ് 4-2-3 എന്ന ഫോർമേഷനിലും ഈ ലൈനപ്പിലും കളിച്ചാൽ എങ്ങനെയുണ്ടാകുമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? സച്ചിന് പരിക്ക് പറ്റിയതുകൊണ്ടും സച്ചിൻ്റെ ഇഞ്ചുറിക്ക് 41 ദിവസത്തെ റിക്കവറി പീരീഡ് ആവശ്യമാണ്. ഈ സാഹചര്യത്തിൽ കരുത്തരായ ഗോവയ്ക്കെതിരെ ഒരിക്കലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഗോൾ കീപ്പറെ ഇറക്കി പരീക്ഷണത്തിന് ഒരുങ്ങുവാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ എന്തായാലും കരൺജിത്ത് തന്നെയാണ് അടുത്ത ഓപ്ഷൻ. ഡിഫൻസ് നോക്കുകയാണെങ്കിൽ സെൻട്രൽ ബാക്കായി നമ്മൾ സജസ്റ്റ് ചെയ്യുക മിലോസിനെയും പ്രീതം കോട്ടാലിനെയും. റൈറ്റ് ബാക്കായി കുറച്ച് റിസ്ക് ആണെങ്കിലും സന്ദീപിനെയും, ലെഫ്റ്റ് ബാക്കായി നവോച്ചയും ഇറക്കാം. അടുത്തതായി ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ ജിക്സണിനെയും ഡാനിഷും അണിനിരക്കും. അടുത്തതായി മിഡ്ഫീൽഡ് നോക്കിയാൽ ലെഫ്റ്റിൽ ഐമനും റൈറ്റിൽ സക്കായിയും, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷനിൽ ഫെഡോറിനെയും നമുക്ക് പരിഗണിക്കാം. സെൻറ്റർ ഫോർവേഡായി ഡിമിയെയും ഇറക്കാം. ഇതായിരിക്കും നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ടീമിൻ്റെ ഫോർമേഷനും പ്ലെയേഴ്സും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫോർമേഷനും ലൈനപ്പും കമൻറ്റ് ബോക്സിൽ അറിയിക്കില്ലേ? ദിസ് ഈസ് ബൈ ഫ്രം ഫുട്ടി ഇൻസൈറ്റ്സ്.